ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 4th സ്റ്റോറേജ് ക്ലാസ് ആയ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കേണ്ടത് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സും ബാക്കിയുള്ള സ്റ്റോറേജ് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്റ്റോറേജ് ക്ലാസ്സസ് ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ പഠിച്ച 3 സ്റ്റോറേജ് ക്ലാസ്സസ് ഓട്ടോമാറ്റിക് ആവട്ടെ, എക്സ്റ്റേണൽ ആവട്ടെ, സ്റ്റാറ്റിക് വേരിയബിൾ ആവട്ടെ, അതിനകത്തുള്ള എല്ലാ വേരിയബിൾസും സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിക്കകത്താണ്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറിയിൽ നിന്ന് ഇതിനെ എടുത്ത് പ്രോസസ്സറിനകത്ത് കൊണ്ടുവന്ന് പ്രോസസ്സറിൻ്റെ സ്റ്റോറേജ് ഏരിയ ആയ ചെറിയ ചെറിയ സ്പേസുകൾ, അതിനെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്താൽ മാത്രമേ ALUവിന് ആ ഡേറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ചൊരു സമയം നഷ്ടം ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. ഓട്ടോമാറ്റിക് ആവട്ടെ, എക്സ്റ്റേണൽ ആവട്ടെ, സ്റ്റാറ്റിക് ആവട്ടെ, വേരിയബിൾസ് ആർ അലോക്കേറ്റഡ് ഇൻ മെമ്മറി ആൻഡ് വിൽ ടേക്ക് സം ടൈം ടു ട്രാൻസ്ഫർ കണ്ടൻറ്റ് ഓഫ് ഇറ്റ് ടു രജിസ്റ്റേഴ്സ് ഇൻ CPU ഫോർ പ്രോസസ്സിങ് ആൻഡ് ദെയറാഫ്റ്റർ. അതായത് എന്തെങ്കിലും രീതിയിൽ പ്രോസസ്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കും എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് അകത്ത് ഇരിക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ആ ടൈപ്പിലുള്ള വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന മെമ്മറിക്കകത്താണ്. അപ്പോൾ അതിനെ അവിടെ നിന്ന് പ്രോസസ്സറിനകത്ത് കൊണ്ടുവന്നിട്ട് പ്രോസസ്സറിൻ്റെ സ്റ്റോറേജ് ഏരിയ ആയ രജിസ്റ്റേഴ്സിൽ സേവ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ഇച്ചിരി സ്ലോ ആണ്. അപ്പോൾ അത് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റേഴ്സ് എന്തുവെന്നുള്ളത് നമുക്ക് നോക്കാം. രജിസ്റ്റേഴ്സ് ആർ എ സെറ്റ് ഓഫ് ഹൈ സ്പീഡ് മെമ്മറി ലൊക്കേഷൻ ഇൻ ALU which are used to hold data being processed at a time. അതായത് രജിസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ALUവിനകത്ത് യൂസ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻസ് ആണ്. അപ്പം അതെന്തിനാ, ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷനാണ്. ബട്ട് ഇറ്റ് ഈസ് ഹൈ സ്പീഡ് മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഡേറ്റ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. ദെൻ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ, നമ്മൾ കൊടുക്കുന്ന ആഡ് ആണോ സബ്ട്രാക്റ്റ് ആണോ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ റിസൾട്ട്, ഈ വാല്യൂ ഒക്കെ ALU എല്ലാം പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രജിസ്റ്റേഴ്സ്, അതാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് രജിസ്റ്റേഴ്സ് ചെയ്യുന്നത്? രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് സ്പേസ് ടു ഹോൾഡ് ടെമ്പററി ഡേറ്റ ടെമ്പററിലി and have the ability to receive information and to pass the data as directed by the control unit. അതായത് രജിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? രജിസ്റ്റേഴ്സ് ഹാവ് ദ എബിലിറ്റി ടു റിസീവ് ഇൻഫർമേഷൻ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തിട്ട് ടെമ്പററി ആയിട്ട് ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദെൻ ആ ഡേറ്റ എങ്ങോട്ട് പോകണം, കൺട്രോൾ യൂണിറ്റ് പറയുന്ന അനുസരിച്ച് അത് മെമ്മറിയിലോട്ട് പോകണോ അല്ലെങ്കിൽ അത് പ്രോസസ്സിങ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ മെമ്മറി ലൊക്കേഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിലോട്ട് പോകാം. രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്താണെന്നുള്ളത് നോക്കാം. ടു സ്റ്റോർ സം ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വേരിയബിൾസ് ടു മേക്ക് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ഫാസ്റ്റർ. അതായത് മെമ്മറി, ഈ നമ്മൾ നേരത്തെ പഠിച്ച 3 എണ്ണത്തിനകത്തും ഉള്ള സ്റ്റോറേജ് ക്ലാസ്സിലുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനകത്താണ് മെമ്മറിക്കകത്താണ്. മെമ്മറി വേറൊരു യൂണിറ്റ്, പ്രോസസ്സർ വേറൊരു യൂണിറ്റ്. അപ്പോൾ അതിനകത്തുള്ള ഡേറ്റ, മെമ്മറിക്കകത്തുള്ള ഡേറ്റ എന്തെങ്കിലും ഒന്ന് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തിനകത്ത് കൊണ്ടുവരും, പ്രോസസ്സറിനകത്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ പ്രോസസ്സിങ് ചെയ്യൂ. പക്ഷേ ഇതിപ്പോൾ പ്രോസസ്സറിനകത്ത് തന്നെ ഇരിക്കുന്ന ഡേറ്റയാണ്. അപ്പോൾ പെട്ടെന്ന് പ്രോസസ്സറിന് തന്നെ എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. Okay, so register storage classes are used to store some frequently used variables to make the program execution faster. Then in syntax എങ്ങനെയാണ്? register int m data type, അതായത് register character a,b. ഇനി രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിന് ചില പ്രത്യേകതകളുണ്ട്. ലോക്കൽ വേരിയബിൾസിനെയും ഫോർമൽ ആർഗ്യുമെൻറ്റ്സിനെയും മാത്രമേ നമുക്ക് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിനകത്ത് യൂസ് ചെയ്യാൻ പറ്റൂ. ലോക്കൽ വേരിയബിൾസും, അതായത് ഒരു ഫംഗ്ഷനകത്തുള്ള വേരിയബിൾസും, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള വേരിയബിൾസിനെ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിനകത്ത് കൊണ്ടുവരാൻ പറ്റൂ. ഇനി
രജിസ്റ്ററിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിജർ ആൻഡ് ക്യാരക്ടർ ടൈപ്പ് ഡേറ്റയെ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ക്ലാസ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇൻറ്റിജർ ആൻഡ് ക്യാരക്ടർ ടൈപ്പിനെ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ക്ലാസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി വേറൊരു പ്രത്യേകത എന്താണ്? രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പ്രോസസ്സറിനകത്തുള്ള ചെറിയ മെമ്മറി ലൊക്കേഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോസസ്സറിനകത്തുള്ള മെമ്മറി ലൊക്കേഷൻ ആകുമ്പം നമ്മുടെ സാധാരണ മെയിൻ മെമ്മറി കണക്ക് അത്രയും എമൗണ്ട് കാണത്തില്ല, അത്രയും കണ്ടൻറ്റ്, അത്രയും മെമ്മറികൾ, അത്രയും സ്പേസ് കാണത്തില്ല. വളരെ ചെറിയ വളരെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും പ്രോസസ്സറിനകത്തുള്ള മെമ്മറി ലൊക്കേഷൻസ്. അതാ പറയുന്നത് ഓൺലി ഫ്യൂ രജിസ്റ്റർ വേരിയബിൾസ് ആക്റ്റീവ് അറ്റ് എ ടൈം. അതായത് രജിസ്റ്റേഴ്സ് വളരെ കുറവായിരിക്കും ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി വി ഡോണ്ട് ഹാവ് ടു വെറി ഡിക്ലെയറിങ് about too many register variables since compiler will automatically make register variable into ordinary variables. അതായത് നമ്മളിപ്പോൾ ഒരുപാട് രജിസ്റ്റേഴ്സ് നമുക്കറിയാൻ പറ്റത്തില്ല എത്ര രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന്. അപ്പം നമ്മൾ കുറേ വേരിയബിൾസിനെ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിലോട്ട് അസൈൻ ചെയ്ത് കൊടുത്തെന്ന് വെച്ചോ, അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. കമ്പൈലർ അത് നോക്കിയിട്ട് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ഓർഡിനറി വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്തോളും. ഓക്കെ, ഇനി യൂസ് ഓഫ് രജിസ്റ്റർ വേരിയബിൾസ് ഇസ് റെക്കമെൻഡഡ് ഓൺലി ഫോർ ദോസ് വേരിയബിൾസ് വിച്ച് ആർ യൂസ്ഡ് ഫ്രീക്വൻ്റ്ലി ഇൻ എ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാമിനകത്ത് എപ്പോഴും യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, നമ്മൾ ചില ലൂപ്പിനകത്ത് നമ്മളിപ്പം ഒരു ലൂപ്പിംഗ് വേരിയബിൾ, ആ വേരിയബിൾ നമ്മൾ ഓരോ തവണയും പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 100 തവണ ഉണ്ടെന്നുണ്ടെങ്കിൽ 100 തവണ ആ ലൂപ്പിംഗ് വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടാവും ആ ലൂപ്പിനകത്ത്. അപ്പം അങ്ങനെയുള്ള വേരിയബിൾസ്, അതായത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ മാത്രമേ നമ്മൾ ലൂപ്പിംഗ് വേരിയബിൾസിനെ മാത്രമേ കൂടുതലായിട്ടും രജിസ്റ്റർ വേരിയബിൾസിനകത്ത് വെക്കാനായിട്ട് രജിസ്റ്റർ വേരിയബിൾസായിട്ട് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക.